എല്ലാവർക്കും നമസ്കാരം. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സ്കീം 1961 നിയമത്തിലുണ്ടാവുന്ന 44AD, ADA, AE തുടങ്ങിയിട്ടുണ്ടാവുന്ന പ്രൊവിഷൻസിൻ്റെ 2025 ആക്ടിലുണ്ടാവുന്ന തത്തുല്യമായ പ്രൊവിഷൻ സെക്ഷൻ 58 ആണ്. നേരത്തെ ഉണ്ടായിരുന്ന പ്രൊവിഷൻ പ്രകാരം ഉണ്ടാവുന്ന എല്ലാ റേറ്റുകളും എല്ലാ നിയമങ്ങളും തന്നെയാണ് ഈ പറയുന്നതായ 2025 ആക്ടിലും വരുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ പഴയ പ്രൊവിഷൻസിലും പുതിയ പ്രൊവിഷൻസിലും കാണാതെ പോകുന്നതായിട്ടുണ്ടാവുന്നതായ ഒരു കാര്യത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഒരു ബിസിനസ്സുകാരൻ ഉണ്ടാവുന്ന ടേൺ ഓവർ 2 കോടിയേക്കാൾ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ബാങ്കിലൂടെ വരുന്ന റെസിറ്റുകൾക്ക് 6% അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കിട്ടുന്നതിന് 8% മാത്രമാണ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നതെന്നുണ്ടെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഉണ്ടാകുന്ന നിയമത്തിനകത്ത് തന്നെ ആക്ച്വൽ ആയിട്ട് ഉണ്ടാകുന്നതായ പ്രോഫിറ്റ് 8%, 6%-നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ച്വൽ വരുമാനം ഇതിനേക്കാൾ കൂടുതൽ വരുന്ന വരുമാനം നമ്മൾ തീർച്ചയായിട്ടും റിട്ടേണിൽ ഡിക്ലെയർ ചെയ്യേണ്ടത് ആണ്. അതേപോലെ ഒരു പ്രൊഫഷണലിൻ്റെ മൊത്തം ഉണ്ടാകുന്ന റെസീറ്റ്സിൻ്റെ 50% കാണിക്കുന്നതിനേക്കാൾ കൂടുതലാണ് യഥാർത്ഥ പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് അതിലേക്ക് ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. ഈ പ്രൊവിഷൻസ് എല്ലാം പഴയ ആക്ടിൽ പരോക്ഷമായ രീതിയിലാണ് പരാമർശിച്ചിരുന്നുണ്ടെങ്കിൽ പുതിയ ആക്ടിൻ്റെ പരിധിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുണ്ടാകുന്ന രീതിയിൽ തന്നെ, വളരെ പ്രത്യക്ഷമായ രീതിയിൽ തന്നെ ഈ പറയുന്ന ആക്ച്വൽ പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യണമെന്നുള്ളതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് പുതിയ ഇൻകം ടാക്സ് ഫോം അസസ്മെൻറ്റ് ഇയർ 26-27 അപ്ലിക്കബിൾ ആവുന്ന ഫോമിനകത്ത് ഈ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഏൺ ചെയ്യുന്ന ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എത്രയാണ് എന്നുള്ളത് കാര്യം കൂടി ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ട് പറയുന്നു. ഉദാഹരണത്തിന് ഞാനൊരു മെഡിക്കൽ പ്രാക്ടീഷണറാണ്, 40 ലക്ഷമാണ് മൊത്തം റെസീറ്റ്സ് എന്നുണ്ടെങ്കിൽ 50%, 20 ലക്ഷം മാത്രമേ ഞാൻ പ്രോഫിറ്റായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. എന്നാൽ ആ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആ ഒരു വർഷം 25 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റോ സ്ഥലം വാങ്ങുകയോ മറ്റേ ചെയ്തിട്ടുണ്ട്, മറ്റ് ലോണുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ 20 ലക്ഷം രൂപ മാത്രം ഡിക്ലെയർ ചെയ്തിട്ടുള്ള ആൾക്കുണ്ടാവുന്ന എക്സ്ട്രാ 5 ലക്ഷം രൂപ അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന വരുമാനം ആ പറയുന്ന നിശ്ചിത ശതമാനത്തിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് 8 ആയിക്കോട്ടെ, 6 ആയിക്കോട്ടെ, 50% ആയിക്കോട്ടെ, 7500 പെർ ടൺ 1000 രൂപയോ ആയിക്കോട്ടെ, ഇതിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഹയർ പ്രോഫിറ്റ് നിശ്ചയമായും ഡിക്ലെയർ ചെയ്യേണ്ടതായിരിക്കുന്നു. ആ പ്രോഫിറ്റിനേക്കാൾ കൂടുതലായിട്ടുണ്ടാകുന്നതായ എക്സ്പെൻഡിച്ചറോ ഇൻവെസ്റ്റ്മെൻറ്റ്സോ നമ്മൾ ആ വർഷം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചറായിട്ട് വരുവാനുണ്ടാകുന്നതായ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്.